സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറും കൂടി തിയേറ്ററിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ. അതെ, പ്രിയങ്ക മാഡം സുകുമാരി മാഡം ഉടനെ തന്നെ അവിടെ എത്തും. അവർക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യണം. അതിലൊന്നും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. പിന്നെ മീഡിയക്കാർ അവരുടെയൊക്കെ കാര്യം സെറ്റല്ലേ, എല്ലാവരും കൃത്യസമയത്ത് അവിടെ ഉണ്ടാകുമല്ലോ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓടുന്നതേ സൂപ്പർ സ്റ്റാറുകളുടെ പടമാണ്. അതിനൊപ്പം നമ്മുടെ പടത്തിനും പിടിച്ച് നിൽക്കാൻ പറ്റണം. പിന്നെ ഈ ഫസ്റ്റത്തെ ഷോ ഒക്കെ കഴിഞ്ഞ് ഒരു നല്ല റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പടത്തിൻ്റെ കാര്യം തിരിഞ്ഞു നോക്കാനില്ല. പടം കയറി കൊളുത്തിക്കൊള്ളും. എന്നാൽ ശരി, എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്ത് റെഡിയായി നിന്നോ, ഞങ്ങളൊരു 10 മിനിറ്റിലവിടെ എത്തും. അങ്ങനെ പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് സിനിമയെക്കുറിച്ച് സംസാരിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും സുകുമാരി റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം സുകുമാരി ചോദിക്കുന്നുണ്ട്, എടോ കൺട്രോളറെ, എങ്ങനെയുണ്ട്, തിയേറ്ററിൽ ആളൊക്കെ വന്ന് തുടങ്ങിയോ? തുടങ്ങി മാഡം, എല്ലാ തിയേറ്ററിലും ഒരു 50% ആളുകൾ എത്തിയിട്ടുണ്ട്. അതേക്കുന്നതും സുകുമാർ ചോദിക്കണേ, ഈ 50% എന്ന് പറയുമ്പോൾ പകുതിയല്ലേ? അതെ മാഡം, അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലായിടത്തും സൂപ്പർ സ്റ്റാറുകളുടെ പടമല്ലേ നടക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഈ പടത്തിന് 50% കയറുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എന്താണെങ്കിലും പടം ഹിറ്റാണെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആൾക്കാരുടെ പെരുമഴ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അന്നേരം സുകുമാരി പറയണേ, പടം ഹിറ്റാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% കോൺഫിഡൻസ് ഉണ്ടല്ലോ. എൻ്റെ പ്രിയങ്കമോൾ അഭിനയിച്ച പടമല്ലേ, അതെന്താണെങ്കിലും നമ്പർ 1 ആയിരിക്കും. ഇന്നത്തെ ഈ സിനിമ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ മുഴുവൻ പൊതിയാൻ പോകുന്നത് എൻ്റെ പ്രിയങ്കമോളെ ആയിരിക്കും. ഈ നാട് മുഴുവൻ എൻ്റെ പ്രിയങ്കയെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ആയിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് തിയേറ്ററിലേക്ക് പോകാം അല്ല മാഡം? അല്ല, പ്രിയങ്ക മാഡോടെ അവളിതാ വരുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയും റെഡിയായി താഴത്തേക്ക് വരുവാണ് കേട്ടോ. പ്രിയങ്കയെ കാണുന്നത് മുത്തശ്ശി കണ്ണെടുക്കാതെ തന്നെ നോക്കുക. എൻ്റെ മോളെ, നീ ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. അല്ലെങ്കിലും എൻ്റെ മോള് സുന്ദരി തന്നെയാണ്, അതെനിക്കറിയാം. എന്നാലേ ഇന്നത്തെ ദിവസം നിന്നെ കാണാൻ കുറച്ചുകൂടി ചന്തം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എന്നും കാണുന്ന എനിക്ക് തന്നെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അപ്പം പിന്നെ ആരാധകരുടെയും അവിടെ വരുന്ന ഓൺലൈൻ മീഡിയക്കാരുടെയും കാര്യം പറയണോ? എല്ലാവരും കൂടി നിന്നെ ഇന്ന് വട്ടം ചുറ്റി പൊതിയും. മുത്തശ്ശി, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ ഒത്തിരി കാത്തിരുന്ന ദിവസമല്ലേ ഇന്ന്, മോശമാക്കാൻ പാടില്ലല്ലോ. അവിടെ എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ് മാഡം, ഇനി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നാൽ മതി. അന്നേരം പ്രിയങ്ക പറയണേ, സിനിമ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ആൾക്കാരുടെ റെസ്പോൺസൊക്കെ എങ്ങനെയാണെന്നറിയാൻ. എല്ലാവരും നല്ലതായിരിക്കുമല്ലേ പറയുന്നത്, പിന്നല്ലാതെ. പ്രിയങ്ക മാഡം നോക്കിക്കോ, ഈ ഒരൊറ്റ സിനിമയ്ക്ക് ശേഷം മാഡത്തിൻ്റെ ഗ്രാഫ് മുകളിലേക്കായിരിക്കും പോകുന്നത്. ഇന്ന് പ്രിയങ്ക മാഡത്തിൻ്റെയും സുകുമാരി മാഡത്തിൻ്റെയും ദിവസമാണെങ്കിൽ ഈ സിനിമ വലിയൊരു ഹിറ്റായി തന്നെ മാറും. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് സിനിമയിൽ അഭിനയിച്ചവർ മാത്രമല്ലോ, പ്രൊഡ്യൂസറിനും കുറേ ആരാധകരും ഫാൻ പേജും ഒക്കെ ഉണ്ടാകാറുണ്ട്. സുകുമാരി മാഡം ഇനി പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ അതെല്ലാം കേട്ടാൽ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് പ്രിയങ്കയും സുകുമാരിയും. അങ്ങനെ അവരെല്ലാവരും കൂടി തിയേറ്ററിലേക്ക് പുറപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചെത്തുന്നതാണ് കേട്ടോ. അങ്ങനെ രാധിക വരുന്നതും യശോദയും ദേവനും അതുപോലെ വരുണും മുത്തശ്ശിയും എല്ലാവരും അരികിലേക്ക് എത്തുവാണ്. ആ മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഓണമൊക്കെ? അച്ഛാ, ഒന്നും പറയാനില്ല, ഗംഭീരമായിരുന്നു. എല്ലാവർക്കും ആറ്റുവാശ്ശേരി സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടു. ശങ്കർജി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സദ്യയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞത്. നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യയ്ക്ക് ഇതിലും വലിയൊരു തിരിച്ചുവരവ് ഇനി കിട്ടാനില്ല. അന്നേരം ദേവൻ ചോദിക്കുന്നുണ്ട്, അല്ല അവിടെ നീ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ, അതോ അവരുടെ ഒപ്പം ഉള്ളവരോടൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുമോ? അച്ഛാ, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. അവിടെ ഉണ്ടല്ലോ, ശങ്കർജിയെ എന്നെ ഭക്ഷണം വിളമ്പാൻ വന്ന ഒരാളായിട്ടൊന്നും അല്ല കണ്ടത്. ഞാനേതോ അവിടുത്തെ ഒരു ഗസ്റ്റിനെ പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് എന്നെ കൊണ്ടു നടന്നതും ഓരോരുത്തരെ പരിചയപ്പെടുത്തി തന്നതും ഒക്കെ. അവർക്ക് എല്ലാവർക്കൊപ്പം ഓണ സെലിബ്രേഷനിൽ പങ്കെടുക്കാനും അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റിയച്ചാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ആ അഗതി മന്ദിരത്തിലേക്ക് ചെന്ന് കയറിയപ്പോൾ തൊട്ട് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്ഥലം പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. എന്തോ ഇതിനു മുമ്പ് ഞാൻ അവിടെ ചെന്നിട്ടുള്ള പോലെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവിടെ ഉള്ളതുപോലെയൊക്കെയുള്ളൊരു തോന്നലായിരുന്നു. അതേക്കുന്നത് പറയണേ, അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം തൻ്റെ അമ്മ അവിടെ അല്ലേ ഉള്ളത്. താനെന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഒരമ്മയെ അവിടെ കൊണ്ടുചെന്നാക്കിയില്ലേ, അമ്മയെ കാണാൻ പറ്റുമോ? പിന്നല്ലാതെ. എന്നെ കണ്ടതും അമ്മ എൻ്റെ അടുത്തുനിന്ന് മാറുന്നേ ഇല്ലായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നെന്നോ. ആ അമ്മ അവിടെ ഒത്തിരി ഹാപ്പിയാണ്. അതറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഈ സമയം രാധികയുടെ ഫോണിലേക്ക് താലൂക്ക് ഓഫീസിലെ രാധിക പരിചയമുള്ളൊരു ചേച്ചി വിളിക്കുവാണ്. മോളെ രാധികയെ. ചേച്ചി പറഞ്ഞോ. മോളെ, ആറ്റുവാശ്ശേരി സദ്യയ്ക്ക് തിരികെ വീണ്ടും തുടങ്ങിയല്ലേ? അതെ ചേച്ചി, ഇന്ന് കുറച്ച് ദൂരെയുള്ള ഒരു അഗതി മന്ദിരത്തിലായിരുന്നു സദ്യയുടെ ഓർഡർ കിട്ടിയത്. അവിടെ പോയി അതൊക്കെ കൊടുത്തിട്ട് തിരികെ വരുന്ന വഴിയാ. അറിയാം, ശങ്കർജിയുടെ ആശ്രമമല്ലേ? എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ശങ്കർജി. ശങ്കർജി അവിടുത്തെ ഓണസദ്യനെക്കുറിച്ചും ഓണാഘോഷത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു.
അതെല്ലാം അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ മോള്, ഞാൻ മുമ്പ് താലൂക്ക് ഓഫീസിലേക്ക് കുറച്ച് ഊണ് പറഞ്ഞിരുന്നല്ലോ. പിന്നീട് ആ പ്രശ്നമൊക്കെ വന്നത് കാരണോ അത് ക്യാൻസൽ ചെയ്തത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയില്ലേ? അതുകൊണ്ട് നാളെ മുതൽ വീണ്ടും അങ്ങോട്ടേക്കുള്ള ഊണ് വേണമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. അതിനും ചേച്ചി സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാൽ ശരി മോള്. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം രാധിക സന്തോഷത്തോടെ എല്ലാവരോടും പറയണേ, അച്ഛാ ഇത്തവണത്തെ ഓണം നമ്മുടെ ഓണം തന്നെയാണ്. താലൂക്ക് ഓഫീസിലെ ചേച്ചിയാണ് വിളിച്ചത്. അവിടെ നമ്മൾ 25 പേർക്കുള്ള ഊണ് കൊടുക്കാറില്ലേ? പ്രശ്നം കാരണം അത് ക്യാൻസൽ ചെയ്തതാണല്ലോ. എന്നാൽ നാളെ മുതൽ വീണ്ടും തുടങ്ങിക്കൊള്ളാൻ ആ ചേച്ചി പറഞ്ഞത്. അത് കേൾക്കുന്നതും എല്ലാവർക്കും സന്തോഷമാണ്. ആഹാ, ഇത് നല്ലൊരു തുടക്കം തന്നെയാണല്ലോ. എന്നാൽ പിന്നെ ഇതേ സന്തോഷത്തിൽ തന്നെ നമുക്ക് ഓണസദ്യ അങ്ങ് കഴിക്കാം. അത് കേൾക്കുന്നതും രാധിക ചോദിക്കണേ, അല്ല നിങ്ങളാരും ഇതുവരെ ഓണസദ്യയൊന്നും കഴിച്ചില്ലേ? ഇത്ര നേരമൊക്കെ കാത്തിരിക്കണമായിരുന്നോ? ഞാനാണെങ്കിൽ അവിടെ കുട്ടികൾക്കൊപ്പം കുറച്ച് കഴിക്കുകയും ചെയ്തു. അന്നേരം യശോദ പറയണേ, അതിനെന്താ മോളെ, കുട്ടികൾക്കൊപ്പം ഓണം ആഘോഷിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. ഇനിയിപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ബാക്കി അങ്ങ് കഴിക്കാം. എന്താ, അതല്ലേ നല്ലത്? അല്ലെങ്കിൽ തന്നെ താനില്ലാതെ എങ്ങനെയാണോ ഞങ്ങൾ ഓണാഘോഷം ആഘോഷിക്കുന്നത് എന്ന് വരുണൻ ചോദിക്കുക. അങ്ങനെ എല്ലാവരും കൂടി സദ്യ കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വാഴയിലയിൽ ഭക്ഷണവും കറികളും ഒക്കെ വിളമ്പിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. രാധികയും യശോദയും മുത്തശ്ശിയൊക്കെ ചേർന്ന് ഇത് കണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് വരുണും ദേവനും. അന്നേരം വരുൺ പറയണേ, അതെ നമുക്ക് ഈ സിസ്റ്റം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? എല്ലാ വീട്ടിലും ഈ സ്ത്രീകൾ തന്നെയാണ് തലേ ദിവസം മുഴുവൻ സദ്യ ഉണ്ടാക്കാനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് പിന്നീട് സദ്യയുടെ ദിവസം ഓരോ കൂട്ടങ്ങൾ ഒരുക്കി വെച്ച് അതിനുശേഷം അതെല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് അവസാനം കഴിക്കുന്നത്. അത് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. തൽക്കാലം രാധികയും അമ്മയും മുത്തശ്ശിയൊക്കെ ഇവിടെ ഇരിക്കുക, ഞാൻ വിളമ്പിത്തരാം നിങ്ങൾക്ക്. വരൻ വിളമ്പാനോ? അതൊന്നും പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് ഇരിക്കും പെണ്ണേ എന്നും പറഞ്ഞ് രാധികയുടെ ചെവിക്ക് പിടിച്ച് തിരിച്ച് അവിടെ ഇരുത്തുവാണ് കേട്ടോ വരുൺ. അന്നേരം രാധിക പറയണേ, കണ്ടോ അച്ഛാ, ഓണമായിട്ട് സ്ത്രീകളുടെ നേരെ കൈവെക്കുന്നത് കണ്ടോ? അന്നേരം വരുൺ ബാക്കി എല്ലാവർക്കൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കും ഒരു കൂട്ട ഭക്ഷണം. ഈ സമയം ദേവൻ പറയണേ, മോനെ ഓണത്തിന് സ്ത്രീകളുടെ മേത്തെ കൈകളൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പിയതിനു ശേഷം അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക. ഈ സമയം ദേവൻ ആദ്യത്തെ ഒരു ഉരുള ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുക. അന്നേരം രാധികയാണെങ്കിൽ അച്ഛാന്നും പറഞ്ഞ് വാപൊളിച്ച് നിൽക്കുവാണ്. അങ്ങനെ ദേവൻ ആ ഉരുള രാധികയുടെ വായി തന്നെ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അതുകൊണ്ട് വരുണാണെങ്കിൽ അന്തം വിട്ട് ഒന്നും മനസ്സിലാവാതെ നോക്കി നിൽക്കുക. എന്നിട്ട് ചോദിക്കണേ, അല്ല ഇതെന്താ സംഭവം? ഈ സമയം യശോദ പറയണേ, അതെ ഇവിടെ വർഷങ്ങളായിട്ടുള്ളൊരു പതിവാണ്. ഓണത്തിന് ആദ്യത്തെ ഉരുള ദേവേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇവൾക്ക് തന്നെ വേണം. അതെ, 1 വയസ്സുള്ളപ്പോൾ തൊട്ട് ഇവൾ ശീലിച്ച ശീലമാണ്. അങ്ങനെ എങ്ങാനും കൊടുത്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ആ ഓണം ഇവൾ കലക്കും. അത് ശരി, ഇങ്ങനത്തെ ചില ആചാരങ്ങളൊക്കെ ഉണ്ടോ? ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് എന്ന് വരുൺ പറയണേ. ഈ സമയം രാധിക പറയണേ, അതെ വരുൺ അറിയാഞ്ഞിട്ടാണ്. ആദ്യത്തുള്ള അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴുള്ള രുചിയുണ്ടല്ലോ, അതൊന്ന് പ്രത്യേക രുചി തന്നെയാണ്. വരുണത് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി കഴിച്ചു നോക്ക്. മോളെ എന്താ ഇത്? വരുൺ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിർബന്ധിക്കുന്നത്? അന്നേരം പറയണേ, അച്ഛാ എന്താണെങ്കിലും എൻ്റെ ഭാര്യ എന്നെ വെല്ലുവിളിച്ചതല്ലേ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള എനിക്കും കൂടി വേണം, അച്ഛനിങ്ങതാ. അങ്ങനെ വരുണും ദേവൻ ഒരു ഉരുള വാരി കൊടുക്കുവാണ്. അങ്ങനെ അത് കഴിച്ചിട്ട് വരുൺ പറയണേ, ഇതിനെക്കുറിച്ച് ഞാൻ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല, ഒറ്റ വാക്കി പറയണേ, ഇതാണ് പൊന്നോണം. അങ്ങനെ എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഓണസദ്യയൊക്കെ കഴിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് സാറയുടെ വീടാണ്. അവിടെ ഡൈനിങ് ടേബിളിൽ സദ്യയൊക്കെ വിളമ്പി വെച്ചിരിക്കുവാണ്. ഈ സമയം സോന അവിടെ ടേബിളിൻ്റെ മുമ്പിലിരുന്ന് ഒരു ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിക്കുക. അല്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കാൻ ആർക്കാ നേരം, ഇതൊക്കെ ഓർഡർ ചെയ്തിരിക്കുവാണ്. ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക. ചേച്ചി ഇപ്പോൾ മമ്മീനെയും കൂട്ടി വരും. എന്നാൽ ശരിയടി. ഈ സമയം സാറ മമ്മീനെയും കൂട്ടി അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീൽ ചെയറിൽ ഒരു സ്ത്രീയെയും കൂട്ടി സാറ അവിടെ ടേബിളിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുവാണ്. എന്നിട്ട് സാറ മമ്മിയോട് പറയണേ, മമ്മി ഭക്ഷണം കഴിക്കും മമ്മി. എന്നാൽ അമ്പത് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. അത് കാണുമ്പോൾ സോനക്ക് സങ്കടമാണേ. മമ്മി എന്തെങ്കിലും കുറച്ച് കഴിക്കും. മമ്മിയുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. എൻ്റെ ചേച്ചിയുടെയും സന്തോഷത്തിന് വേണ്ടിയെങ്കിലും കുറച്ച് കഴിക്കും മമ്മി എന്ന് പറയുമ്പോൾ ഒരു പിടിയെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ആ മമ്മി. ഈ സമയം സോന സങ്കടത്തോടെ പറയണേ, എനിക്ക് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. നമ്മൾ 3 പേരും കൂടി സന്തോഷത്തോടെ ഇനി എന്നാ ഓണം ആഘോഷിക്കുന്നത്? എങ്ങനെ ഓടി നടന്നിരുന്നതാ എൻ്റെ മമ്മി. ചിലരുടെയൊക്കെ ദുഷ്ടത കാരണം എൻ്റെ മമ്മി ഈ അവസ്ഥയിലായി. ഞാനും ചേച്ചിയും ഓരോ കുസൃതികളൊക്കെ കാട്ടുമ്പോൾ ഞങ്ങളുടെ പിന്നാലെ ഓടി നടക്കാറുള്ളതല്ലേ എൻ്റെ അമ്മ. അങ്ങനെയൊക്കെ പറഞ്ഞ് സോന സങ്കടം പറയുക. അത് കേട്ട സാറ സോനയെ പിണങ്ങുന്നുണ്ട്. സോന എന്താ ഇതൊക്കെ? മമ്മിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ. എന്താണെങ്കിലും ഞാൻ മമ്മിയെ റൂമിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുക. അങ്ങനെ പറഞ്ഞ് സാറ മമ്മീനെയും കൂട്ടി റൂമിലേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയം റൂമിൽ ഒരു
ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ടാവും. സാറയുടെയും പപ്പയുടെയും കുഞ്ഞനിയൻ്റെയും ഫോട്ടോയാണ് അതിലുള്ളത്. അങ്ങനെ മമ്മിയാണെങ്കിൽ ആ ഫോട്ടോയിലേക്ക് നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ്. അത് കാണുന്നതും സാറ് പറയുന്നുണ്ട്, മമ്മീനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന സമയം ഡോക്ടർ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. മമ്മിയുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഓർമ്മകളും മമ്മി കാണാനോ കേൾക്കാനോ ഒന്നും പാടില്ല എന്ന്. എന്നിട്ട് ഞാൻ ഈ മുറിയിൽ നിന്ന് പപ്പയുടെയും എൻ്റെ കുഞ്ഞനേൻ്റെ ഫോട്ടോ ഞാൻ മാറ്റിയില്ല. അതിന് കാരണം എന്താണെന്നറിയോ? മമ്മിക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ മമ്മിയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് തിരിയും, മമ്മിയുടെ ചുണ്ടുകൾ അനങ്ങും. അതെനിക്ക് നല്ലപോലെ അറിയാവുന്ന കാരണോ ഞാൻ ഈ ഫോട്ടോ മാറ്റാതെ ഇവിടെ തന്നെ വെച്ചത്. എൻ്റെ പപ്പേനെയും എൻ്റെ കുഞ്ഞനിയനെയും കൊന്ന ആ കണിമംഗലം കുടുംബത്തിലുള്ള ഒറ്റൊരെണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല മമ്മീനെ ഈ അവസ്ഥയിലാക്കിയതിനൊക്കെ അവരോട് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. അതിനുള്ള കാര്യങ്ങൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം തന്നെ ആ ചന്ദ്രശേഖരനെ എൻ്റെ പക്ഷത്താക്കി. പിന്നീട് ചന്ദ്രശേഖരനെയും വരുണിനെയും തമ്മി തല്ലി കൊല്ലാൻ നിൽക്കുന്ന തരത്തിലുള്ള ശത്രുക്കളുമാക്കി മാറ്റി. കണിമംഗലം പരമേശ്വരനെയും ആ കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ട് ഞാൻ ഇല്ലാതാക്കും. ഇതിലൊന്നും പെടാത്ത ഒരു പുതിയ ശത്രു കൂടി എനിക്കിപ്പോൾ ഉണ്ട്. ആ വരുണിൻ്റെ ഭാര്യ രാധിക. അവളോട് എനിക്കുള്ളത് പേഴ്സണലായിട്ടുള്ള ചില പകവീട്ടലാണ്. അതെല്ലാം ഞാൻ വീട്ടിൽ തീർത്തിരിക്കും. എന്നിട്ട് കണിമംഗലത്തുള്ള ഓരോരുത്തരായിട്ട് ഇല്ലാതാവും. ആ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടായിരിക്കും മമ്മി ഈ വീൽചെയറിൽ നിന്ന് എഴുന്നേക്കാൻ പോകുന്നത്. ഇക്കാര്യങ്ങളൊന്നും ഞാൻ സോനയോട് പറഞ്ഞിട്ടില്ല. സോന തൽക്കാലം ഇക്കാര്യങ്ങളൊന്നും അറിയണ്ട. അവൾ അവളുടെ ജീവിതത്തിൽ ഫ്രീ ആയിട്ട് പറന്ന് നടക്കട്ടെ. ഇത് ഞാനും മമ്മി മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഒന്നിച്ചാൽ ഈ കടങ്ങളെല്ലാം വീട്ടാൻ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും സുകുമാരിനെയാണ് കേട്ടോ. അങ്ങനെ തിയേറ്ററിൽ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക തിരികെ വീട്ടിലെത്തിയിരിക്കുന്നത്. അങ്ങനെ കട്ടിലിൽ കിടന്ന് പൊട്ടിക്കരയുവാണ് കേട്ടോ പ്രിയങ്ക. അടുത്ത് തന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ സുകുമാരി മുത്തശ്ശിയും അതുപോലെ ആ കൺട്രോളറും മാനേജറും ഒക്കെ നിൽക്കുന്നുണ്ട്. എൻ്റെ പ്രിയങ്ക മോളെ, നീ ഇങ്ങനെ കിടന്ന കരയല്ലേ? കുറേ നേരമില്ലേ തുടങ്ങിയിട്ട്, നീ ഒന്ന് സമാധാനപ്പെടുമോളെ? അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സുകുമാരി അമ്മ. എന്നാൽ പ്രിയങ്കയാണെങ്കിൽ നിർത്താതെ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് വരുണിനെ സോനയുടെ ഓഫീസിൽ തന്നെ ജോലിക്കെടുത്തത് കാരണം സോനയുടെ ഫ്രണ്ട്സ് എല്ലാം സോനയോട് പിണങ്ങിയിരിക്കുവാണ് കേട്ടോ. അങ്ങനെ സോന അവർ ഫോണിൽ വിളിക്കുക. സോനയാണ് വിളിക്കുന്നത് എന്നും പറഞ്ഞ് അവർ കോൾ എടുക്കുന്നുണ്ട്. അന്നേരം സോന ചോദിക്കുക, നിങ്ങൾ എന്താ പറഞ്ഞത്? സോനയുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതായി പോയെന്നോ? എന്നെ പൊതുവഴി വെച്ച് തല്ലി കൊടുത്തനെ ഞാൻ കമ്പനി ജോലിക്കെടുത്തിരിക്കുവാണെന്നല്ലേ? അവൻ എനിക്ക് ഭയമാണ് പോലും അല്ലേ? നിങ്ങൾ കണ്ടോ അവനെ ഞാൻ എങ്ങനെയാണ് കൂട്ടാൻ പോകുന്നതെന്ന്? അടുത്ത 5 മിനിറ്റിനുള്ളിൽ അവൻ ഈ കമ്പനിയിൽ നിന്നും ജോലി മതിയാക്കി പോയിരിക്കും. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സോനയാണ് കണ്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്